മോഹൻലാൽ ഇത്ര 6 കൊല്ലത്തിലൊരു കോമാളിയായി മാറുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്ന് വീണ്ടും പുള്ളി ഈ ഒരു മേനയിൽ വീണ്ടും തിയേറ്ററിൽ കാണുമ്പോൾ ഒരു സന്തോഷം. എമ്പുരാൻ്റെ ട്രെയിലർ ഇന്നലെ വന്നത് പ്രകാരം വലിയൊരു ഇത് തോന്നിയില്ല, ട്രെയിലർ കണ്ടിട്ട് തോന്നിയില്ല. അതിനേക്കാളും ആദ്യം ഇറങ്ങിയ ടീച്ചർ നല്ലതായിരുന്നു എന്ന് ഫീൽ ചെയ്തു. ലാലേട്ടൻ തിരിച്ചു വന്നാൽ മതിയായിരുന്നു ഇനിയെങ്കിലും 6 കൊല്ലത്തിന് ശേഷം. ലാലേട്ടൻ കളിയാക്കാൻ ആർക്കും പറ്റില്ല. ഒരു കട്ട മോഹൻലാൽ ഫാനോട് ഇങ്ങനെ ചോദിക്കാവോ? പിന്നെ എമ്പുരാൻ ഇന്നലെ തന്നെ ട്രെയിലർ കണ്ടപ്പോൾ ഞെട്ടി പാണ്ടാറടങ്ങിയിരിക്കുക, ഒരു രക്ഷയില്ലായിരിക്കും. കാണുന്ന ആ ഒരു എക്സ്പെക്റ്റേഷൻ ആയാലും ആ ഒരു മേക്കിംഗ് ആയാലും എല്ലാം കുറച്ച് ഇൻ്റർനാഷണൽ ആ ഒരു ലെവലിലാണ് മേക്കിംഗ് എല്ലാം. മാറ്റമെന്ന് പറഞ്ഞാൽ മാറ്റണമല്ലോ, കാരണം മോഹൻലാലിൻ്റെ ഒരു ഹിറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ പടം വന്നിട്ട് ഒരുപാട് നാളായി. എമ്പുരാൻ ഞങ്ങൾ വർഷം കാണാൻ വേണ്ടി പോവാണ് 5 മണിക്കുള്ള. എമ്പുരാൻ വിജയിക്കണമെന്നാലും പ്രാർത്ഥിക്കുന്നത്. മോളിവുഡിന് വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പോകുന്ന ഒരു പടമായിരിക്കും എമ്പുരാൻ എന്തായാലും. പൃഥ്വിരാജിലാണ് എക്സ്പെക്ടേഷൻ. കാരണം പുള്ളി ലാലേട്ടനെ ഉപയോഗിക്കാൻ അറിയാവുന്ന ചുരുക്കുന്ന ഡയറക്ടേഴ്സ് വരാനാണ് കറന്റ് പൃഥ്വിരാജ്. ഈ ലാലേട്ടനെ പടത്തിൽ പറയുമ്പോൾ ഈ ചവിട്ടി എണ്ണക്കകത്ത് കയറ്റുന്ന ഒരു മറുപടി തന്നെ ആയിരിക്കും മാർച്ച് 27 നല്ല പ്രതീക്ഷയുണ്ട്. കാരണം അതനുസരിച്ച് നാളെ ബുക്കിംഗ് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും.